ആശാൻ, അതായത് നമ്മുടെ ഇന്ദ്രൻസിന്റെയും ജോമോൻ ജ്യോതിറിന്റെ ഒക്കെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു രസമുള്ള ഒരു സിനിമയാണ് ആശാൻ എന്ന് പറയുന്നത്. അതായത് സിനിമക്ക് പുറകെ പായുന്ന ആൾക്കാരുടെ സിനിമക്കുള്ളിലുള്ള ഒരു കഥയാണ് ശരിക്കും ആശാൻ എന്ന് പറയുന്നത്. ഒരു ക്ലീഷേ ബ്രേക്കിംഗ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അത് എങ്ങനെയാണ് ആ ക്ലീഷേ ബ്രേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പം അത് സ്പോയിലർ ആയി പോവും കൂടെ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ രണ്ട് കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ രണ്ട് ജനറേഷനിലുള്ള ആൾക്കാരാണ് സിനിമാ മോഹികളായിട്ടുള്ള ജോമോൻ ജ്യോതിർ അവതരിപ്പിച്ചിട്ടുള്ള അനന്തൻ എന്ന് പറയുന്ന ക്യാരക്ടറും പിന്നെ നമ്മുടെ ഇന്ദ്രൻസിന്റെ ആശാൻ എന്ന് പറയുന്ന ക്യാരക്ടറും. അതായത് ഒരു 10 വർഷമായിട്ട് ഒരു ഒരു തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഒരു അതിയായ ആഗ്രഹം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ജോമോന്റെ കഥാപാത്രം, അതായത് അനന്തൻ എന്ന് പറഞ്ഞ കഥാപാത്രം. അതേപോലെ തന്നെ വർഷങ്ങൾക്ക് മുന്നേ ഒരു സിനിമാ മോഹം ഉള്ളിലുണ്ടായിരുന്ന അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യൻ. അയാൾ വർഷങ്ങൾക്ക് മുന്നേ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ആശാൻ എന്ന് പറഞ്ഞ കഥാപാത്രം. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും സിനിമയാണ്. എന്നാൽ ഇവരുടെ രണ്ടുപേരുടെയും ഒരു കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടും രണ്ടുമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഈ ആശാൻ എന്താ പറയാ, ആശാൻ ഒരു ഫ്ലാറ്റിലാണ് ജീവിക്കുന്നത്. ആ ഫ്ലാറ്റിന്റെ അസോസിയേഷൻ പ്രസിഡന്റ് ആണ് ആശാൻ. ആ സ്ഥലത്തോട്ട് ഒരു സിനിമ ഷൂട്ടിംഗ് വരുന്നതും പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിലുള്ളത് എന്നുള്ളതാണ്. ജോൺ പോൾ എന്ന് പറയുന്ന ഡയറക്ടർ ഗപ്പിയും അതേപോലെ തന്നെ നമ്മുടെ അമ്പിളിയൊക്കെ ഡയറക്ട് ചെയ്തിട്ടുള്ള സംവിധായകനാണ്. പുള്ളിയുടെ ഈ സിനിമകളൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടെ ഒക്കെ ഒരു ഈ നമ്മുടെ അമ്പിളിനോട് കുറച്ചും കൂടെ ഒരു സാമ്യമുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നുള്ളതാണ്. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ജോമോൻ ജ്യോതിർ ചെയ്തിട്ടുള്ള കഥാപാത്രം അതേപോലെ തന്നെ ഇന്ദ്രൻസ് ചെയ്തിട്ടുള്ള കഥാപാത്രമാണ്. എന്റെ മാൻ, അങ്ങേര് ഒരു രക്ഷയില്ല കേട്ടോ. മമ്മൂട്ടി ഇപ്പൊ അടുത്തൊരു ഒരു പ്രോഗ്രാമിൽ ഇന്ദ്രൻസിനെ കുറിച്ച് പറഞ്ഞില്ലേ, അത് കറക്റ്റാണ് കേട്ടോ. പുള്ളി വെറുതെ ഒന്നും പറഞ്ഞതല്ല അത്. കാരണം അങ്ങനെയാണ് പുള്ളി ചെയ്തേക്കുന്നത് എന്നുള്ളത്. പുള്ളിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില മാനറിസംസ് ഉണ്ട്. അത് പുള്ളി വെറുതെ വന്നിങ്ങനെ നിന്ന് പുള്ളിയുടെ ഒരു സൗണ്ട് ഉണ്ടല്ലോ, എന്നറിയുടെ ഒരു സൗണ്ട് ഉണ്ടല്ലോ പുള്ളിക്ക് ഉണ്ടാക്കാൻ. എന്റെ പൊന്നോ, എന്ത് രസാന്നറിയോ, ഒരു ക്യൂട്ട്നെസ് തോന്നുന്ന ഒരു കഥാപാത്രം, നമുക്ക് എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു കഥാപാത്രം. ഒരു കൊമ്പം മീശയൊക്കെ വെച്ചിട്ട് മുടിയൊക്കെ ഇങ്ങനെ ബാക്കിലോട്ട് എന്താ പറയാ നീട്ടി വളർത്തി ആ ഫ്ലാറ്റിലുള്ള എല്ലാവരെയും അറിയും, എല്ലാവരുടെ കാര്യത്തിലും ഇടപെടും. അങ്ങനത്തെ ഒരു മനുഷ്യൻ, എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന ഒരു മനുഷ്യൻ. അതുണ്ടല്ലോ, നമ്മള് ഈ ഇന്ദ്രൻസ് എന്ന് പറയുന്ന റിയൽ ലൈഫിലുള്ള ഒരു മനുഷ്യനോട് മലയാളികൾക്ക് ഒരു ഇഷ്ടമുണ്ട് അല്ലെ. വളരെ പതിഞ്ഞ് സംസാരിക്കുന്ന എന്താ പറയാ വളരെ കൂളായിട്ടുള്ള ഒരു മനുഷ്യൻ എന്നുള്ളതാണ്. ആ ഒരു ഇന്റർവ്യൂ നമ്മൾ എടുത്ത് കാണുന്നുണ്ടെങ്കിൽ കൂടെ അതിനകത്തൊക്കെ പുള്ളി ഭയങ്കര വിനയത്തോടു കൂടെ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇന്ദ്രൻസ് എന്ന് പറയുന്നത്. അപ്പോ അങ്ങനത്തെ ഒരാള് ഇതുപോലത്തെ ഒരു ക്യൂട്ട് ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് രണ്ടും കൂടെ കൂടുന്ന സമയത്ത് അയാളോട് തോന്നുന്ന ഒരു ഇഷ്ടമുണ്ട്. അതായത് പ്രേക്ഷകന് അയാളോട് തോന്നുന്ന ഒരു ഇഷ്ടം, ആ ഇഷ്ടമാണ് ശരിക്കും ഈ ഒരു സിനിമയിൽ ഉള്ളത് എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടു പോകും, ഈ ഒരു മനുഷ്യനെ നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. പിന്നെ പറയേണ്ടത് ജോമോൻ ജ്യോതിറിന്റെ കഥാപാത്രമാണ്. അതായത് വയനാട്ടിൽ നിന്ന് ഒരു 10 വർഷമായിട്ട് സിനിമ ആസ്പിരന്റ് ആയിട്ട് എന്താ പറയാ നടക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾ അവസാനം കൊച്ചിയിലോട്ട് വരികയാണ്. തന്റെ വഴി അയാൾ സ്വയം കണ്ടെത്തി കൊച്ചിയിലോട്ട് വരുന്ന ഒരു മനുഷ്യനാണ് അയാള്. അപ്പൊ അയാള് സിനിമയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അയാള് പാടുന്ന പെടാപാടുകളും, എന്നാൽ ആദ്യമായിട്ട് സിനിമയിൽ വരുന്ന സമയത്ത് നിലനിൽപ്പ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണക്കുറവുള്ള ഒരു മനുഷ്യനും കൂടിയാണ്. അപ്പൊ അങ്ങനെ ധാരണക്കുറവുള്ള ഒരു മനുഷ്യനും എന്നാൽ സിനിമയിൽ മുന്നേ വർക്ക് ചെയ്ത ആ സിനിമയെ കുറിച്ചൊക്കെ അറിയാവുന്ന ഒരാളും തമ്മിൽ കൂടി ചേരുന്ന സമയത്ത് ഉണ്ടാവുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതും ഈ സിനിമയിൽ വർക്കാവുന്ന നല്ല രസമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ജോമോന്റെ ക്യാരക്ടർ നമ്മൾ ഇത്രയും കാലം കണ്ടേക്കുന്നത് കുറച്ച് ഒരു പുള്ളിയുടെ ഒരു സോഷ്യൽ മീഡിയ കൈൻഡ് ഓഫ് സാധനം തന്നെയാണ് അല്ലെ. ഒരു കോമിക് സാധനങ്ങളൊക്കെ ചെയ്തിട്ട്, അതായത് ആദ്യമൊക്കെ ഇറങ്ങിയിട്ടുള്ള സിനിമകൾ ഇപ്പൊ വാഴയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രസമുള്ള ക്യാരക്ടറാണ്. പിന്നീടുള്ള സിനിമയിലോട്ടൊക്കെ വന്നപ്പോ ഒരു ബസൂക്കയിലോട്ടൊക്കെ വന്ന സമയത്ത് അതിനൊരു ഭയങ്കര ആവർത്തന വിരസത ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നൊക്കെ മാറിയിട്ട് പുള്ളിക്കുള്ള ഒരു സ്പേസ് ഈ ഒരു സിനിമയിൽ സെറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇമോഷൻ ഇത് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ജോമോന്റെ ക്യാരക്ടർ കോമിക്കല്ല, അത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അയാളുടെ സ്ട്രഗിൾ ആണ് ഇതിനകത്ത് കാണുന്നത്.
അയാൾ അപമാനിതനാവുന്നുണ്ട്, അയാൾ ഓടുന്നുണ്ട്, അയാളെ കൊണ്ട് പറ്റുന്നതിലപ്പുറം വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. നിലനിൽപ്പിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടാണ് അത് പുള്ളി കിഡിലനായിട്ട് ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ആ നിലനിൽപ്പിന്റെ ഇടയ്ക്കും തന്നെ എങ്ങനെ നിലനിൽക്കണം ഞാൻ എന്നുള്ള ക്ലാരിറ്റി ഇല്ലാത്ത ഒരാള്, അത് പിന്നെ ക്ലാരിറ്റിയിലേക്ക് വരുന്ന സമയത്ത് അയാൾക്ക് വരുന്ന മാറ്റം, അയാൾ അതിനെ നേടിയെടുക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ പുള്ളി കിഡിലനായിട്ട് ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത്. നമുക്ക് എന്താ പറയാ, എവിടെ നമുക്കൊരു ബാഡ് പറയാനില്ല ആ ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. പിന്നെ സിനിമയിൽ അനാവശ്യമായിട്ട് ആരുമില്ല. നമുക്കറിയാലോ ഈ സിനിമ കംപ്ലീറ്റ്ലി സിനിമ സെറ്റാണ്. സിനിമ സെറ്റും സിനിമ ഷൂട്ടിങ്ങുമാണ്. അവിടുത്തെ പ്രശ്നങ്ങളാണ് ഈ ഒരു സിനിമയിലുള്ളത് എന്നുള്ളതാണ്. ആ പ്രശ്നം നമുക്ക് കിഡിലനായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് വരുന്ന പുള്ളിയുണ്ട്, ആ പുള്ളിയുടെ പേര് മറന്നുപോയി. പുള്ളി കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ജാട തെണ്ടി കഥാപാത്രമായിട്ടുണ്ടല്ലോ പുള്ളി അതിനകത്ത് ജീവിച്ചേക്കാണ് എന്നുള്ളതാണ്. അങ്ങനെ അതേപോലെ തന്നെ ഇപ്പൊ ശോഭിതിലേഖന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും പുള്ളി ആ ഒരു സീരിയൽ ഗംഭീരമായ സാധനം ഉണ്ടല്ലോ, സീരിയൽ കൈൻഡ് ഓഫ് സാധനം, അതെല്ലാം വിട്ടിട്ട് പുള്ളി ഇതിനകത്ത് കിട്ടലായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സൂപ്പർ സിനിമ, നല്ല രസമായിട്ട് നമ്മളിങ്ങനെ തിയേറ്ററിൽ ഇരുന്ന് നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സിനിമയാണ് ആശാൻ എന്ന് പറയുന്നത്. പക്ഷെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തിയ സമയത്ത് എനിക്ക് ഒരു ക്രാഷ് ലാൻഡ് ചെയ്ത പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതായത് ഏകദേശം 3 മണിക്കൂറോളം ഉണ്ട് ഈ ഒരു സിനിമ, ഭയങ്കര ലെങ്ത് ആണ്. അതേപോലെ തന്നെ ആ ലെങ്ത്തിന് അതിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്ക് അതെന്താണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ആശാനെ നമുക്ക് വീണ്ടും 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 കാണണം തോന്നും. ആശാന്റെ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ആശാൻ പുതിയൊരു ഇതിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വീണ്ടും ആശാന്റെ ഫീലിംഗ് എന്താ, ആശാൻ എങ്ങനെ കാണുന്നത് എന്നുള്ളതൊക്കെ അറിയാനുള്ളൊരു ആദ്യമായ ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഈ ലെങ്ത് നമുക്ക് അങ്ങനെ അങ്ങ് ഫീൽ ചെയ്യത്തില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് റാപ്പ് ഉണ്ട്. ആ റാപ്പില് പറയുന്ന കാര്യങ്ങൾ കറക്റ്റാ. അതായത് സിനിമാക്കാരോട് മൂത്ത് നോക്കി പറയേണ്ട കുറെ സാധനങ്ങളുണ്ട്, അതാണ് ആ റാപ്പിൽ പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ആ റാപ്പ് തോന്നിയത് എന്താണെന്നറിയോ, പായസത്തിൽ ഈച്ച വീണ പോലെ ഒരു ഫീൽ എനിക്ക് ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. എല്ലാവർക്കും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിക്കൊള്ളുന്നില്ല. എനിക്കതവിടെ പറഞ്ഞ കാര്യങ്ങളും റാപ്പും എല്ലാം ഓക്കെയാണ്, പക്ഷെ അത് അവിടെ വേണമായിരുന്നോ അങ്ങനെ വേണമായിരുന്നോ ഒരു ഫീൽ എനിക്ക് ഈ ഒരു സാധനം കണ്ടപ്പോ ഉണ്ടായി എന്നുള്ളതാണ്. പിന്നെ മ്യൂസിക്കിന്റെ കാര്യമാണ്. ഇതിനകത്ത് ഈ സിനിമയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നമ്മളെ ഇമോഷണലി ഇതിനകത്ത് നമ്മളെ ഹുക്ക് ചെയ്ത് നിർത്തുന്നതിന്റെ മ്യൂസിക്കാണ്. അത് തുടക്കം മുതലുണ്ട് ഇതിനകത്ത് എന്നുള്ളതാണ്. അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ ആ സിനിമയുടെ കൂടെ സഞ്ചരിക്കുന്നതിന് ആ ട്രാക്കിലൂടെ നമ്മളിങ്ങനെ പുഷ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു എലമെന്റ് എന്ന് പറഞ്ഞ ഇതിനകത്തുള്ള സ്കോറാണ്. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ കലാകാരന്മാർ ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് നല്ല രസമുണ്ട്. അവരുടെ ഒരു മാനേജർ കൈകൊണ്ട് ഇങ്ങനെ ആക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര രസമുണ്ട്. കാരണം വെച്ചാൽ ഈ പറയുന്ന ആശാനൊക്കെ ട്രെയിൻ ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ആണ് ഈ കഥാപാത്രത്തിനകത്ത് വരുന്നത്. മുന്നേ തന്നെ ആ ഒരു കഥാപാത്രം വരുന്നുണ്ട് വയനാട്ടില്. അപ്പോൾ അത്തരം എലമെന്റുകൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു രസമുള്ളൊരു സിനിമ. പക്ഷെ ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. ഇങ്ങനത്തെ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു സിനിമയും കൂടിയാണ് ഇത് എന്നുള്ളതാണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ബോറടിച്ചിരുന്ന് കാണേണ്ട ഒരു അവസ്ഥയും തിയേറ്ററിൽ ഉണ്ടാവില്ല എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ നല്ല രസമുള്ളൊരു കിടിലൻ സാധനം. ഈ ഹോമിന് ശേഷം നമുക്ക് ഇന്ദ്രൻ സേട്ടനെ കൂടുതൽ ഇഷ്ടാവുന്ന ഒരു സിനിമ കൂടിയാണ് ആശാൻ എന്ന് പറയുന്നത്.